ദിവസം ഒരു ഷോപ്പിൽ പോയപ്പോൾ ഞാനൊരു എന്താ പറയുക ഒരു ചെടിച്ചട്ടി കണ്ടിരുന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ തോന്നിയതൊരു സെൽഫ് വാട്ടറിങ് പോട്ടാണെന്ന് എനിക്ക് തോന്നി. എനിക്കറിയില്ല, ഇത് കണ്ടപ്പോൾ അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിറയെ ഹോളുണ്ട് ഇവിടെ. അതിന് ശേഷം ഇതാ ഇങ്ങനൊരു ഇത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കൂടെ വാട്ടർ എക്സസ് ആയിട്ടുള്ള വാട്ടർ പുറത്തേക്ക് പോകാനാണെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും ഞാനിത് സെൽഫ് വാട്ടറിങ് പോട്ടാണെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അങ്ങനെ ഞാനൊരു പരീക്ഷണം നടത്താൻ പോവാണ്. അപ്പം പരീക്ഷണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എനിക്കൊരു പുതിന ചെടി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. പിടിച്ച് കിട്ടാന്ന് പറഞ്ഞാൽ പുതിന ഫ്ലാറ്റിൽ ഈ പുതിനയൊക്കെ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഞാനൊരു എൻ്റെ ഒരു മണി പ്ലാന്റ് വെച്ചിരുന്നൊരു പോട്ടിൽ ഒരാഴ്ചയോളം ആയിട്ടുണ്ട് ഈ ഒരു പുതിനയുടെ കമ്പ് ഞാൻ വെറുതെ ഇറക്കി വെച്ച് നോക്കിയതാണ്. ഇത് കിളുക്കുമെന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോൾ അത് ഇത്രയും വേരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എനിക്ക് മാറ്റി നടണം. അപ്പോൾ ഇതിലേക്ക് നടാമെന്ന് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് വീട്ടിലുണ്ടാവത്തില്ല, ഇടയ്ക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സൗകര്യമായിട്ട് ഇത് വെള്ളം കിട്ടിക്കൊണ്ട് നിന്നോളും എന്ന് തോന്നി. അപ്പോൾ ഇതൊന്ന് മാറ്റി നടാമെന്നുള്ളൊരു ഐഡിയയിലാണ്. ഇതൊന്ന് നട്ട് നോക്കാം നമുക്ക് എങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഐഡിയയിലാണ് ഞാൻ നടുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം. എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഞാനൊന്ന് ജസ്റ്റ് എൻ്റേതായിട്ടുള്ളൊരു പരീക്ഷണം നടത്തി നോക്കുകയാണ്. അപ്പോൾ എന്തായാലും വെള്ളം ഈ നമ്മുടെ മണ്ണുമായിട്ട് വെള്ളം ടച്ച് ആവണം. അതിനു വേണ്ടി ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ കുറച്ച് ചകിരിയാണ് ഇതിനെ ഫില്ല് ചെയ്യാൻ പോകുന്നത് ആദ്യം. അതിന് ശേഷമാണ് മണ്ണിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇത് നമ്മൾ തേങ്ങ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം ചകിരി ഇങ്ങനെ വന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ചകിരി ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നന്നായിട്ട് തൊണ്ടിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അത്രയും നല്ല ചകിരിയൊക്കെ എടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത്. കുറച്ചെടുത്ത് വയ്ക്കാറുണ്ട് ഇങ്ങനത്തെ കിട്ടുമ്പോൾ. ഈ ഓർക്കിഡിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ചകിരി ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാം അല്ലേ. ഇതിപ്പോൾ ചകിരി മുങ്ങി വെള്ളം നിൽക്കുന്നുണ്ട്, കണ്ടോ. അപ്പം നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചല്ലോ, ഇനിയിപ്പോൾ അത് കാണിക്കാൻ പറ്റില്ല. അതിൻ്റെ അടിയിലൊരു ഹോളുണ്ട്, ഒരു പിന്നെ ക്ലിപ്പുണ്ട്. വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഊരാം. അപ്പോൾ വെള്ളം താഴത്തേക്ക് വരും, കണ്ടോ. ഇവിടെ ഒരു ക്ലിപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ട്. അതിങ്ങനെ ഊരി എടുക്കുമ്പോൾ വെള്ളം താഴത്തേക്ക് വരും. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് മണ്ണ് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. അല്ലാണ്ട് ഇത് വയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലായിരിക്കും. മണ്ണ് കാരണം ഓൾറെഡി ചകിരിയുണ്ട്, മണ്ണ് അങ്ങനെ ഇനി പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് മണ്ണ് ഞാൻ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മണ്ണ് നിങ്ങളുടെയൊക്കെ കയ്യിലുള്ള അത്ര നല്ല മണ്ണൊന്നും ആയിരിക്കില്ല. ഞങ്ങൾ ഈ ഫ്ലാറ്റുകാർ എന്താ പറയുക, ഒരു ചട്ടി ഉപയോഗിച്ച് അതിനകത്തുള്ള മണ്ണ് കളയാതെ സൂക്ഷിച്ച് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന മണ്ണാണ്. അതുകൊണ്ട് കല്ലും പൊടിയൊക്കെ ഒരുപാടുണ്ടാവും. എന്നാലും നമ്മൾ ആ മണ്ണ് തന്നെ റീയൂസ് ചെയ്യുള്ളൂ. കാരണം മണ്ണിൻ്റെ ദൗർലഭ്യം. ഞാൻ ഇത്രയും മണ്ണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ വെള്ളം അത്രയും അതിന് കിട്ടിയില്ലെങ്കിലോ.
അത് പതിയെ ഇട്ട് കൊടുക്കുക ഇനി മണ്ണ് വേണമെന്നുണ്ടെങ്കിൽ. അപ്പം മണ്ണ് ഇത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ ഈ ചെടി ഒന്ന് എടുക്കട്ടെ. ഇതാണ് വേര് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ശിഖരങ്ങൾ വന്നിരിക്കുന്നത്, ബ്രാഞ്ചസ്. അപ്പോൾ ഇതിലേക്കൊന്ന് വൃത്തിയായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. അതാ മണ്ണ് നന്നായിട്ട് നനഞ്ഞു കിട്ടതേ, കണ്ടോ? ഞാൻ ഇട്ട മണ്ണ് നല്ലോണം നനഞ്ഞു വന്നു. അപ്പോൾ ഇത് സക്സസ് ആവും തോന്നണു. സെൽഫ് വാട്ടറിങ് പോട്ട്. അപ്പം നമുക്ക് ഞങ്ങളെപ്പോലുള്ളവർക്ക് ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ളൊരു 3-4 പോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് എന്താ പറയുക, വെള്ളം റെഗുലറായിട്ട് വേണ്ട ചെടികളെ ഇതിനകത്ത് നിർത്തി അങ്ങ് പോകാം. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ കുറച്ചും കൂടെ മണ്ണ് നമുക്ക് ഇടാൻ തോന്നണം അല്ലേ? അപ്പം ഞാൻ കുറച്ചും കൂടെ മണ്ണ് എന്തെങ്കിലും ചോട്ടിൽ നിന്ന് കിട്ടുമെന്ന് നോക്കട്ടെ. കിട്ടിപ്പോയി. പഴയൊരു ചെടിച്ചട്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് നീളമുള്ള ഒരു കമ്പായതുകൊണ്ട് ഞാനിതിനെ ഒന്ന് ഇങ്ങനെയൊക്കെ വെച്ച് ഒന്ന് അതിന് നോക്കാത്ത രീതിയിൽ. ചെടികൾക്ക് വേദന എടുക്കും, അറിയില്ലേ? പിന്നെ ചെടികളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ ഈ പാട്ട് പാടി കൊടുത്തു കഴിഞ്ഞാൽ പൂക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പൂക്കാതെ നിൽക്കുന്ന ചെടികളുടെ അടുത്ത് പോയി പാട്ട് പാടുക, അല്ലെങ്കിൽ വർത്തമാനം പറയുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെടികൾ വളരെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തായാലും മനുഷ്യരെക്കായാലും അല്ലേ? ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചെടി നിന്നോളും തോന്നണു. എന്തായാലും കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടി വരുമായിരിക്കും. പിന്നെ ഈ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുമന്ന മണ്ണായതുകൊണ്ട് അതിനകത്തൊരു ചെറിയൊരു എട്ടുകാലിയൊക്കെ നടക്കുന്നുണ്ട്. ഈ ചുമന്ന മണ്ണായതുകൊണ്ട് എനിക്ക് തോന്നുന്നു പശപ്പ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പം എയർ സർക്കുലേഷൻ്റെ കാര്യം എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. എന്തായാലും ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവാണ്. ഒരു 8 കാലി കുഞ്ഞ് അതിനകത്തൂടെ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചപ്പോൾ എന്താ ഇങ്ങനെ വന്നേ? തോന്നുന്നു ഇന്നത്തേക്ക് മതിയാവും വെള്ളം തോന്നണം. നമുക്ക് നോക്കാം ഇത് വെറ്റായിട്ട് വരുമോ, കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാവും എന്നറിയാം. എന്തായാലും ഞാനിതിനെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. എൻ്റെ പുതിന വളരുമോ ഇല്ലയോ നോക്കാം. ഈ ചൂട് കൂടുതലായതുകൊണ്ട് എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. പിന്നെ 2-3 ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവത്തുമില്ല. അപ്പം ഇത് സ്വന്തമായിട്ടൊക്കെ എടുത്തോളണം. അതിന് വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടെ ഒഴിക്കാം. അങ്ങനെ ഇതിനെ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് കൊണ്ടുവയ്ക്കാൻ പോവാണ്. കാരണം ഇത്രയും നാൾ ഇതെൻ്റെ ഷെൽഫിൽ ഈ ഒരു പോട്ടിനകത്തായിരുന്നു. ഈ ഒരു എന്താ പറയുക, എൻ്റെ ഇത് വേറൊരു, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിരുന്നതല്ല, ഇത് വേറൊരു ഷെൽഫിലിരിക്കുന്ന മണി പ്ലാന്റ് ആണ്, പോത്തോസ് അതാണ്. അപ്പോൾ അതിനകത്തായിരുന്നു. അതിൻ്റെ വേരൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വെച്ചിട്ടൊരു 1 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇത്രേ വേര് വരുന്നുള്ളൂ. അകത്തിരിക്കുന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ അപ്പോൾ അതിനകത്ത് വെച്ചിരുന്ന ചെടിയാണിത്. അപ്പോൾ നോക്കാം എങ്ങനെയാവും നോക്കാം. പിന്നെ ഇതുപോലെ ഞാൻ ഒരു ഓർക്കിഡും കൂടെ വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് 2 പോട്ട് വാങ്ങി. അപ്പോൾ ഒരു പോട്ടിലേക്ക് ഞാൻ എൻ്റെ ഓർക്കിഡ് മാറ്റി. ഇത് മാറ്റിയിട്ടൊരു 3-4 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, കയ്യൊക്കെ അഴുക്കാണേ. ഇതാ കണ്ടില്ലേ, നല്ലോണം എന്താ പറയുക, വെള്ളം നന്നായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല നനവുണ്ട്. വെള്ളമല്ല, ആ നനഞ്ഞൊരു ഇതിലാണ് ഇതിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മുഴുവൻ വെള്ളമുണ്ട്. അതിപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. പറ്റുമല്ലോ, ഇതൊന്ന് തുറന്നു കൊടുത്താൽ വരും.
കണ്ടോ? അയ്യോ, കണ്ടോ? ഇപ്പോൾ വെള്ളം ഓൾറെഡി ഉണ്ട്, നന്നായിട്ടിത് നനഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ 2 ദിവസം ഇവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആൾക്ക് നല്ല വെള്ളമൊക്കെ കിട്ടിയിരുന്നോളും. അപ്പോൾ ഇത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം.